dear students, once again welcome back to EduPort. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ബിടെക് ത്രൂ CUT കുറിച്ചാണ് സംസാരിക്കുന്നത്. അതായത് നിങ്ങൾ CUT എക്സാം എഴുതി നിങ്ങൾക്ക് ഇന്ത്യയിലെ ടോപ്പ് യൂണിവേഴ്സിറ്റികളിലുള്ള ബിടെക് കോഴ്സ് പർസ്യൂ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അത് ഏതൊക്കെ കോളേജുകളാണ് നമുക്ക് വ്യക്തമായി ഇന്നത്തെ വീഡിയോയിൽ നോക്കാം. നേരെ നമുക്ക് ലിസ്റ്റിലേക്ക് കിടക്കാം. ഫസ്റ്റ് വരുന്ന യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞെങ്കിൽ യൂണിവേഴ്സിറ്റി ഓഫ് ഡൽഹിയാണ്, ഡൽഹി യൂണിവേഴ്സിറ്റി. ആൻഡ് അവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള വർഷം എന്ന് പറഞ്ഞാൽ 2011 ക്ലസ്റ്റർ ഇന്നോവേഷൻ സെൻറ്റർ, ഓക്കെ, CIC എന്ന് പറയും. ലൊക്കേഷൻ ആയിട്ട് വരുന്നത് ന്യൂഡൽഹി നോർത്ത് ക്യാമ്പസിലാണ് ബിടെക് സെൻട്രിക് ആയിട്ടുള്ള ക്യാമ്പസ് ഉള്ളത്. ഇന്റർ ഡിസിപ്ലിനറി ഇൻസ്റ്റിറ്റ്യൂഷൻ അണ്ടർ യൂണിവേഴ്സിറ്റി ഓഫ് ഡൽഹി നമ്മൾ നേരത്തെ പറഞ്ഞു. ആൻഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ മേജർ ഫോക്കസ് കൊടുത്തിട്ടുള്ളത് ഇന്നോവേഷൻ, ഡിസൈൻ തിങ്കിങ് ആൻഡ് അപ്ലൈഡ് മാത്തമാറ്റിക്സ്, ഇവർക്കാണ് എന്തുള്ളത് മേജർ ഫോക്കസ് കൊടുത്തിട്ടുള്ളത്. ആൻഡ് ഇവിടെ സ്പെഷ്യലൈസ്ഡ് കോഴ്സ് നോക്കുകയാണെങ്കിൽ ബിടെക് ഇൻ ഇൻഫർമേഷൻ ടെക്നോളജി ആൻഡ് മാത്തമാറ്റിക്കൽ ഇന്നോവേഷൻസ് എന്നുള്ളൊരു ബിടെക് കോഴ്സാണ് അവിടെ മേജർ ഫോക്കസ് കൊടുത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അതായത് ബിടെക് ഇൻ IT ആൻഡ് MI. ഇനി അതിൻ്റെ CUT സബ്ജക്ട് കോമ്പിനേഷൻസ് എടുത്ത് നോക്കുകയാണെങ്കിൽ ലിസ്റ്റ് എയിലുള്ള അഥവാ സെക്ഷൻ 1 ഓഫ് CUTയിലുള്ള ഏതെങ്കിലും ഒരു ലാംഗ്വേജ്, ഒപ്പം തന്നെ മാത്തമാറ്റിക്സ് അല്ലെങ്കിൽ അപ്ലൈഡ് മാത്തമാറ്റിക്സ് ആൻഡ് ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, അതായത് സെക്ഷൻ 3 CUTയിൽ വരുന്ന ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, ഇത്തരത്തിലാണ് ഇവിടെ സബ്ജക്ട് കോമ്പിനേഷൻ വരുന്നത്. ഇതാണ് നമ്മളുടെ ഫസ്റ്റ് കോളേജ് എന്ന് പറഞ്ഞത്. ലിസ്റ്റിൽ വരുന്ന അടുത്ത കോളേജ് എന്ന് പറഞ്ഞുള്ളത് BHU ആണ്, ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി. നമുക്കറിയാം ഇന്ത്യയിലെ തന്നെ വൺ ഓഫ് ദി ഓൾഡസ്റ്റ് ആൻഡ് മോസ്റ്റ് റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റി തന്നെയാണ് ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി. ആൻഡ് നോക്കുകയാണെങ്കിൽ എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1916 ആണ്, 1916 എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ളത്. സ്ട്രോങ് ഇൻഫ്രാസ്ട്രക്ചർ ഫോർ സയൻസ്, അഗ്രികൾച്ചർ ആൻഡ് ടെക്നോളജി എഡ്യൂക്കേഷൻ. ഇത്തരത്തിലുള്ള എന്ത് എടുക്കുന്നുണ്ട്, നിങ്ങൾ സയൻസ് അല്ലെങ്കിൽ അഗ്രികൾച്ചർ അല്ലെങ്കിൽ ടെക്നോളജി എഡ്യൂക്കേഷൻ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു രീതിയിലുള്ള കോഴ്സാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി തന്നെയാണ് BHU. നമ്മൾ നോക്കുകയാണെങ്കിൽ ഒപ്പം തന്നെ പ്രാക്ടിക്കൽ ട്രെയിനിങ് ആണെങ്കിലും അല്ലെങ്കിൽ റീസെർച്ച് ബേസ്ഡ് ലേണിംഗ് ആണെങ്കിലും എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ ഒരു എംഫസിസ് കൊടുക്കുന്നുണ്ട്. നമ്മൾക്ക് വേണ്ടത് എന്താണ്, ബിടെക് കോഴ്സാണ്. അതിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ മേജർ സ്പെഷ്യലൈസേഷൻ പോയിട്ടുള്ളത് ബിടെക് ഇൻ ഡയറി ടെക്നോളജി ആൻഡ് ബിടെക് ഇൻ ഫുഡ് ടെക്നോളജിയാണ്. ആൻഡ് സബ്ജക്ട് കോമ്പിനേഷൻ എടുക്കുകയാണെങ്കിൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് എന്നുള്ള രീതിയിലാണ് സബ്ജക്ട് കോമ്പിനേഷൻസ് വരുന്നത്. ലിസ്റ്റിൽ അടുത്ത കോളേജിലേക്ക് പോകാം. പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയാണ്, എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1985. സെൻട്രൽ യൂണിവേഴ്സിറ്റി വിത്ത് സ്ട്രോങ് സയൻസ് എഞ്ചിനീയറിംഗ് ഇൻ്റഗ്രേഷൻ. ആൻഡ് ഇതിൻ്റെ മേജറായിട്ട് നമ്മൾ പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി എടുത്തിട്ടുണ്ടെങ്കിൽ അത് അറിയപ്പെടുന്നത് അതിൻ്റെ എൻവയോൺമെൻറ്റൽ, എനർജി ആൻഡ് മെറ്റീരിയൽ ഫോക്കസ്ഡ് പ്രോഗ്രാംസിനാണ്. ആ രീതിയിൽ ഫോക്കസ് ചെയ്യുന്ന ഒരാൾക്ക് സംബന്ധിച്ച് ഒരു ബെറ്റർ അല്ലെങ്കിൽ ഒരു ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി തന്നെയാണ് പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്റർ ഡിസിപ്ലിനറി അല്ലെങ്കിൽ സസ്റ്റൈനബിലിറ്റി ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ എംഫസിസ് ചെയ്യുന്ന ഒരു കോളേജ് കൂടെയാണ് പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. നമുക്ക് സ്പെഷ്യലൈസേഷൻസിലേക്ക് നോക്കുകയാണെങ്കിൽ സ്പെഷ്യലൈസ്ഡ് കോഴ്സുകളിൽ ഫസ്റ്റ് വരുന്നത് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ആണ്. ലാർജ് നമ്പേഴ്സ് ഓഫ് കോഴ്സസ് ഇവിടെ ബിടെക്കിൻ്റെ അണ്ടറിൽ എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അടുത്തത് എനർജി സയൻസ് ആൻഡ് ടെക്നോളജിയാണ്, മെറ്റീരിയൽ സയൻസ് ആൻഡ് ടെക്നോളജി, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, എൻവയോൺമെൻറ്റൽ എഞ്ചിനീയറിംഗ്. ഇത്തരത്തിലുള്ള വൈഡ് വെറൈറ്റീസ് ഓഫ് കോഴ്സ് ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് സബ്ജക്ട് കോമ്പിനേഷൻ ആണെങ്കിൽ മാത്തമാറ്റിക്സ്, ഫിസിക്സ്, കെമിസ്ട്രി അല്ലെങ്കിൽ ബയോളജി അല്ലെങ്കിൽ എൻവയോൺമെൻറ്റൽ സ്റ്റഡീസ്, കമ്പ്യൂട്ടർ സയൻസ്, ഇത്തരത്തിലാണ് അവിടെ സബ്ജക്ട് കോമ്പിനേഷൻ വരുന്നത്. അടുത്ത നാലാമത്തെ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ആന്ധ്രാപ്രദേശ് 2018 എസ്റ്റാബ്ലിഷ്ഡ് ആയി. എമേർജിംഗ് സെൻട്രൽ യൂണിവേഴ്സിറ്റി വിത്ത് മോഡേൺ അക്കാഡമിക് സ്ട്രക്ചർ. ഒരു എമേർജിംഗ് യൂണിവേഴ്സിറ്റി തന്നെയാണ് ആരെന്ന് പറഞ്ഞുള്ളത്, ആന്ധ്രാപ്രദേശ് യൂണിവേഴ്സിറ്റി, സെൻട്രൽ യൂണിവേഴ്സിറ്റി. ഫോക്കസ് ഓൺ കമ്പ്യൂട്ടിംഗ്, ഡിജിറ്റൽ സ്കിൽസ് ആൻഡ് ഫൗണ്ടേഷണൽ എഞ്ചിനീയറിംഗ് ആൻഡ് കരിക്കുലം അലൈൻഡ് വിത്ത് ഇൻഡസ്ട്രി ആൻഡ് ഫ്യൂച്ചർ ടെക്നോളജി നീഡ്സ്. നമുക്ക് സ്പെഷ്യലൈസേഷൻസിലേക്ക് നോക്കുകയാണെങ്കിൽ ബിടെക് ഇൻ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, ഒപ്പം തന്നെ CUT സബ്ജക്ട് വൈസ് കോമ്പിനേഷൻ എടുക്കുകയാണെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ്. ഓക്കെ, നമ്മൾ പറഞ്ഞിട്ടുണ്ട് സ്ട്രീം വരുന്നത് എന്താണ്, ബിടെക് ഇൻ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ആണ്. മോസ്റ്റ് ഡിമാൻഡിങ് ആയിട്ടുള്ളൊരു ബിടെക് കോഴ്സ് തന്നെയാണ് ബിടെക് ഇൻ CSE, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്. അതിലെ സബ്ജക്ട് കോമ്പിനേഷൻ കമ്പ്യൂട്ടർ സയൻസ് ആണ്. ഓക്കെ, നിങ്ങൾക്ക് കമ്പ്യൂട്ടർ സയൻസിൽ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് പ്രയോറിറ്റൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റി തന്നെയാണ് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ആന്ധ്രാപ്രദേശ് എന്ന് പറഞ്ഞത്. അടുത്ത സെൻട്രൽ യൂണിവേഴ്സിറ്റിയാണ് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ജാർഖണ്ഡ്, 2009 എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ളത്. ഇവിടെ കോർ അല്ലെങ്കിൽ ട്രഡീഷണൽ എഞ്ചിനീയറിംഗ് ബ്രാഞ്ചസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അഥവാ നമ്മളുടെ സിവിൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് മുതലായിട്ടുള്ള കോഴ്സുകളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ബിടെക് കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ജാർഖണ്ഡ്. ബാലൻസ്ഡ് എംഫസിസ് ഓൺ തിയറി, ലാബ്സ് ആൻഡ് അപ്ലൈഡ് ലേണിംഗ്. നമുക്ക് മൊത്തത്തിൽ കോളേജിൻ്റെ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിൻ്റെ ഒരു മേജർ ക്രൈറ്റീരിയ അല്ലെങ്കിൽ മേജർ അഡ്വാൻറ്റേജ് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ എടുത്തു പറയാൻ പറ്റുന്നതാണ്. തിയറി ബേസ്ഡ് ആണെങ്കിൽ അല്ലെങ്കിൽ ലാബ് ഓറിയൻറ്റഡ് ആണെങ്കിൽ അല്ലെങ്കിൽ അപ്ലൈഡ് ലേണിങ്ങിലൊക്കെ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു കോളേജ് തന്നെ. നമുക്ക് എന്ത് ചെയ്യാം, നേരെ സ്പെഷ്യലൈസേഷൻസിലേക്ക് പോകാം. അവിടെ നമുക്ക് നോക്കുകയാണെങ്കിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു മേജർ കോഴ്സുകളെ കുറിച്ച് അല്ലേ. കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് അവിടെയുണ്ട്, സിവിൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, മെറ്റലർജിക്കൽ ആൻഡ് മെറ്റീരിയൽ എഞ്ചിനീയറിംഗ്. ഈ രീതിയിലുള്ള സ്പെഷ്യലൈസേഷൻസ് ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സബ്ജക്ട് കോമ്പിനേഷൻ എടുക്കുകയാണെങ്കിൽ ഫിസിക്സ്, കെമിസ്ട്രി, ഒപ്പം തന്നെ കോർ മാത്തമാറ്റിക്സ് അല്ലെങ്കിൽ അപ്ലൈഡ് മാത്തമാറ്റിക്സ്. ഇത്തരത്തിലാണ് എന്താണ് നമുക്ക് സബ്ജക്ട് കോമ്പിനേഷൻസ് കാണാൻ സാധിക്കുന്നത്.
അടുത്ത യൂണിവേഴ്സിറ്റി നോക്കാം. സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കർണാടക 2009 എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ളത്. നോൺ ഫോർ അഡ്വാൻസ്ഡ് ആൻഡ് എമേർജിംഗ് എഞ്ചിനീയറിംഗ് ഡിസിപ്ലിൻസ്. സോ മോഡേൺ ആയിട്ടുള്ള എഞ്ചിനീയറിംഗ് കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കർണാടക. ആൻഡ് സ്ട്രോങ് എംഫസിസ് ഓൺ AI, കമ്പ്യൂട്ടിംഗ് ആൻഡ് മാത്തമാറ്റിക്കൽ ഫൗണ്ടേഷൻ. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എമേർജിംഗ് എഞ്ചിനീയറിംഗ് ഡിസിപ്ലിൻസ് തന്നെയാണ്. സോ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾ AI അല്ലെങ്കിൽ കമ്പ്യൂട്ടിംഗ് മാത്തമാറ്റിക്കൽ ഫൗണ്ടേഷൻസിലൊക്കെ ഇംപ്രവൈസേഷൻ വേണമെന്ന് വിചാരിക്കുന്ന അല്ലെങ്കിൽ അതും ഓറിയൻറ്റഡ് ആയിട്ടുള്ള സ്റ്റഡീസിലാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നെങ്കിൽ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രൈമറി ഇമ്പോർട്ടൻസ് കൊടുക്കാൻ പറ്റുന്ന ഒരു കോളേജ് തന്നെയാണ് യൂണിവേഴ്സിറ്റി ഓഫ് കർണാടക. സ്പെഷ്യലൈസേഷൻസ് നോക്കുകയാണെങ്കിൽ മാത്തമാറ്റിക്സ് ആൻഡ് കമ്പ്യൂട്ടിംഗ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒപ്പം തന്നെ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, അത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗിലാണ്. ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, ഇത്തരത്തിലാണ് കോഴ്സുകൾ വരുന്നത്. സബ്ജക്ട് കോമ്പിനേഷൻ ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് ആണ്. അടുത്ത കോളേജ് നോക്കാം. സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ഒഡീഷ 2009 എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ളത്. സ്പെഷ്യലൈസ്ഡ് ഫോക്കസ് ഓൺ അഗ്രോ ബേസ്ഡ് ആൻഡ് ഫുഡ് ടെക്നോളജി എഡ്യൂക്കേഷൻ. സോ നിങ്ങൾ അഗ്രോ ബേസ്ഡ് അല്ലെങ്കിൽ ഫുഡ് ടെക്നോളജി ഓറിയൻറ്റഡ് ആയിട്ടുള്ള ബിടെക് ഇൻ ഫുഡ് ടെക്നോളജി ഒക്കെയാണ് നിങ്ങൾ പർസ്യൂ ചെയ്യാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കാൻ പറ്റുന്നതാണ് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ഒഡീഷ. സപ്പോർട്ട്സ് റൂറൽ അഗ്രികൾച്ചർ ആൻഡ് ഡയറി സെക്ടർ ഡെവലപ്മെന്റ്, എംഫസിസ് ഓൺ പ്രാക്ടിക്കൽ ട്രെയിനിങ് ആൻഡ് ഇൻഡസ്ട്രി അപ്ലിക്കേഷൻസ്. സ്പെഷ്യലൈസ്ഡ് കോഴ്സ് നോക്കുകയാണെങ്കിൽ ബിടെക് ഇൻ ഡയറി ടെക്നോളജിയാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ആൻഡ് സബ്ജക്ട് കോമ്പിനേഷൻസ് ആണെങ്കിൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് എന്നുള്ള രീതിയിലാണ്. അടുത്ത യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് പഞ്ചാബ് ആണ്. 2009 തന്നെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുണ്ട്. ഫോക്കസ് ഓൺ സ്കിൽ ഓറിയൻറ്റഡ് ആൻഡ് അപ്ലിക്കേഷൻ ബേസ്ഡ് എഞ്ചിനീയറിംഗ്. സോ എൻകറേജസ് ഇന്റർഡിസിപ്ലിനറി ലേണിംഗ് പാത്വേസ്. ഒപ്പം തന്നെ നിങ്ങൾ ഡൈവേഴ്സ് ആയിട്ടുള്ള അക്കാഡമിക് ബാക്ക്ഗ്രൗണ്ട്സ് വരുന്ന കുട്ടികൾക്ക് സംബന്ധിച്ച് അവർക്ക് വളരെ രീതിയിൽ സ്യൂട്ടബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു കോളേജാണ് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയാണ് നമുക്ക് എന്തെന്ന് പറയാൻ പറ്റുന്നത്, സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് പഞ്ചാബ് എന്ന് പറയാൻ പറ്റുന്നത്. സ്പെഷ്യലൈസ്ഡ് കോഴ്സുകൾ എടുത്തു നോക്കുകയാണെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് അവിടെ ഉണ്ട്. ഒപ്പം തന്നെ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് ആണ് അവിടെ സ്പെഷ്യലൈസ്ഡ് കോഴ്സുകളായിട്ട് വന്നിട്ടുള്ളത് ഇൻ ബിടെക്. ഇനി സബ്ജക്ട് കോമ്പിനേഷൻസ് എടുത്തു നോക്കുകയാണെങ്കിൽ ഫിസിക്സ്, മാത്തമാറ്റിക്സ്, ഒപ്പം തന്നെ കെമിസ്ട്രി, ബയോളജി അല്ലെങ്കിൽ ടെക്നിക്കൽ വൊക്കേഷണൽ സബ്ജക്ട് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ്, IT, എഞ്ചിനീയറിംഗ്, ഗ്രാഫിക്സ്, ഇത്തരത്തിലാണ് സബ്ജക്ട് കോമ്പിനേഷൻസ് വരുന്നത്. അടുത്ത യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞു വരുന്നത് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് രാജസ്ഥാൻ ആണ്. 2009 എസ്റ്റാബ്ലിഷ്ഡ് ആയി. സ്പെഷ്യലൈസ്ഡ് ഇൻ ഹെൽത്ത് കെയർ ആൻഡ് ബയോമെഡിക്കൽ ടെക്നോളജി. ഒപ്പം തന്നെ നോക്കുകയാണെങ്കിൽ ഇൻ്റഗ്രേറ്റ്സ് എഞ്ചിനീയറിംഗ് വിത്ത് ലൈഫ് സയൻസസ്. ഓക്കെ, സോ ലൈഫ് സയൻസ് ഓറിയൻറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് ഒരു യൂണിവേഴ്സിറ്റിയിൽ ബിടെക് പർസ്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് രാജസ്ഥാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പ്രയോറിറ്റി ലിസ്റ്റിൽ കൊടുക്കാൻ സാധിക്കുന്നതാണ്. ഫോക്കസ് ഓൺ മെഡിക്കൽ ഡിവൈസ്, ഡയഗ്നോസ്റ്റിക്സ് ആൻഡ് റീസർച്ച്. സ്പെഷ്യലൈസ്ഡ് കോഴ്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ ബിടെക് ഇൻ ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് ആണ്. സോ നമ്മൾ ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗിനെ കുറിച്ച് ഇതുവരെ സംസാരിച്ചിട്ടില്ലായിരുന്നു. സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഒരു കോഴ്സായിട്ട് ഒരു യൂണിവേഴ്സിറ്റിൻ്റെ അണ്ടറിൽ നമ്മൾ ഇതുവരെ പറഞ്ഞിട്ടില്ലായിരുന്നു. സോ അത്തരത്തിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗിൽ പർസ്യൂ ചെയ്യണം ത്രൂ CUT ആണെങ്കിൽ നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി ഓഫ് രാജസ്ഥാൻ എന്ത് ചെയ്യാൻ പറ്റുന്നതാണ്, റെഫർ ചെയ്യാൻ സാധിക്കുന്നതാണ്. നിങ്ങൾക്ക് പ്രയോറിറ്റി ലിസ്റ്റിൽ കൊടുക്കാൻ പറ്റുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ്. CUT സബ്ജക്ട് കോമ്പിനേഷൻസ് എടുത്തു നോക്കുകയാണെങ്കിൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് അല്ലെങ്കിൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് പ്ലസ് ബയോളജി, ഈ രീതിയിലാണ് സബ്ജക്ട് കോമ്പിനേഷൻസ് വരുന്നത്. യൂണിവേഴ്സിറ്റി ഓഫ് തമിഴ്നാടു 2009 എസ്റ്റാബ്ലിഷ്ഡ് ആയി. എംഫസിസ് ഓൺ കമ്പ്യൂട്ടിംഗ്, ഡാറ്റ, അൽഗോറിതമിക് തിങ്കിങ്, റീസർച്ച് ഓറിയൻറ്റഡ് ആയിട്ടുള്ള സെൻട്രൽ യൂണിവേഴ്സിറ്റിയാണ്. ആൻഡ് ഒപ്പം തന്നെ ഫോക്കസ് ചെയ്യുന്നത് അക്കാഡമിക് ഡെപ്ത് ആൻഡ് കൺസെപ്ച്വൽ ക്ലാരിറ്റിയിലാണ്. നോക്കുകയാണെങ്കിൽ മേജർ സ്പെഷ്യലൈസ്ഡ് കോഴ്സ് എന്ന് പറയുന്നത് ബിടെക് ഇൻ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ആണ്, അഥവാ ബിടെക് ഇൻ CSE. ആൻഡ് സബ്ജക്ട് കോമ്പിനേഷൻ നോക്കുകയാണെങ്കിൽ മാത്സ്, ഫിസിക്സ് ആൻഡ് കമ്പ്യൂട്ടർ സയൻസ് ഓർ കെമിസ്ട്രി, ഇത്തരത്തിലാണ് സബ്ജക്ട് കോമ്പിനേഷൻ വരുന്നത്. സോ നമ്മളുടെ ഈ ലിസ്റ്റിലെ ഫൈനൽ യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞു വരുന്നത് ബാബാ സാഹേബ് ഭീംറാവു അംബേദ്കർ യൂണിവേഴ്സിറ്റിയാണ്, BBAU. ആൻഡ് എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള 1996 സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫറിംഗ് മൾട്ടിപ്പിൾ കോർ എഞ്ചിനീയറിംഗ് ബ്രാഞ്ചസ്. അത് ഇറ്റ്സ് ഫോക്കസിങ് ഓൺ ഇൻക്ലൂസീവ് ആൻഡ് ആക്സസിബിൾ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ. സോ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഓറിയൻറ്റഡ് ആയിട്ടുള്ള രീതിയിലുള്ള ഒരു പ്രൈമറി ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള ഒരു ബിടെക് കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ് BBAU. ആൻഡ് നോക്കുകയാണെങ്കിൽ സ്ട്രോങ് എംഫസിസ് ഓൺ ഫണ്ടമെന്റൽ എഞ്ചിനീയറിംഗ് സ്കിൽസ്. സ്പെഷ്യലൈസ്ഡ് കോഴ്സുകൾ നോക്കുകയാണെങ്കിൽ സിവിൽ എഞ്ചിനീയറിംഗ് ഉണ്ട്, കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്. ആൻഡ് CUT സബ്ജക്ട് കോമ്പിനേഷൻ എടുത്ത് നോക്കുകയാണെങ്കിൽ മാത്തമാറ്റിക്സ്, അപ്ലൈഡ് മാത്തമാറ്റിക്സ്, കമ്പ്യൂട്ടർ സയൻസ്, ഇൻഫർമേഷൻ പ്രാക്ടീസ്, ഫിസിക്സ്. സോ മാത്തമാറ്റിക്സ് ഓർ അപ്ലൈഡ് മാത്തമാറ്റിക്സ്, കമ്പ്യൂട്ടർ സയൻസ് ഓർ ഇൻഫോർമാറ്റിക് പ്രാക്ടീസസ്, ഫിസിക്സ്, ഈ രീതിയിലാണ് സബ്ജക്ട് കോമ്പിനേഷൻ വരുന്നത്. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിച്ചിട്ടുള്ളത് മേജർ യൂണിവേഴ്സിറ്റികളെ കുറിച്ചും അത് പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ബിടെക് കോഴ്സുകളെ കുറിച്ചുമാണ്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ സബ്ജക്ട് കോമ്പിനേഷനെ കുറിച്ച് കിട്ടിയിട്ടുണ്ടാവും, നിങ്ങൾ ആഗ്രഹിക്കുന്ന യൂണിവേഴ്സിറ്റിയിലെ ബിടെക് കോഴ്സിനെ കുറിച്ച് ഐഡിയ കിട്ടിയിട്ടുണ്ടാവും അല്ലേ. സോ എന്ത് ചെയ്യുക, ആ സബ്ജക്ട് കോമ്പിനേഷൻ വൈസ് എന്ത് ചെയ്യുക, ഇപ്പം തന്നെ പഠിച്ചു തുടങ്ങുക, അതിൻ്റെ രീതിയിൽ പ്രിപ്പറേഷൻ തുടങ്ങുക, CUTയിൽ നല്ലൊരു മാർക്ക് വാങ്ങുക, നിങ്ങളുടെ ഡ്രീം കോളേജിലെ ഡ്രീം ബിടെക് കോഴ്സ് തന്നെ എന്ത് ചെയ്യാൻ നോക്കുക, ചൂസ് ചെയ്യാൻ നോക്കുക. ഓൾ ദി വെരി ബെസ്റ്റ്.